السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. اليوم ندرس درس جديد في الصف الخامس. عنوان درسنا ما ثمن الماء. هذه هي معلومة. هل تحبون المعلومة أو الشعر؟ نعم. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഉൻവാനു ദർസുന മാ അസ്മനൽ മാഉ. ഹൗ പ്രീഷ്യസ് ഈസ് വാട്ടർ. എന്താണ് പറയുന്നത്? മാ അസ്മന പറഞ്ഞാല് എത്ര വിലപ്പെട്ടതാണ്. മാ അസ്മന പറഞ്ഞാല് എത്ര വിലപ്പെട്ടതാണ്. അൽ മാഉ വെള്ളം. ഹൗ പ്രീഷ്യസ് ഈസ് വാട്ടർ. ഹാദിഹി ഹിയ മൽലൂമ. ഇതൊരു ചെറിയൊരു കവിതയാണ്. മൽലൂമ പറഞ്ഞാൽ ഒരു കവിതയാണ്. നിങ്ങൾക്ക് കവിതയൊക്കെ ഇഷ്ടമാണോ? പാട്ട്. ഹൽ തുഹിബുനൽ മൽലൂമ, ഷിയർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ നമുക്കൊന്ന് പാടി നോക്കിയാലോ. മാ അസ്മനൽ മാഉ സലാമൻ അയ്യുഹൽ മാഉ فمنك الكل أحياء بأمر من إله الكون حياة فيك يا ماء فكل الشكر والحب لما أنزلت يا ربي وفي عسر وفي يسر يجود الماء بالخير وكل الفضل والإحسان بما أكرمت يا منان وسر الخير في الأكوان بهذا الماء يا إنسان وطيب العيش يا إخوان بطاعة ربنا الرحمن. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ടൊന്ന് കിടക്കാം. എന്താണ് നമ്മുടെ ഈ മൽലൂമയിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എന്താണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നതെന്ന് നോക്കിയാലോ. എല്ലാവരും റെഡിയല്ലേ? സലാമൻ അയ്യുഹൽ മാഉ ഫമിൻകൽ കുല്ലു അഹിയാഉ. സലാമൻ സമാധാനം ഉണ്ടാകട്ടെ. സലാമൻ എന്ന് പറഞ്ഞാല് സമാധാനം ഉണ്ടാകട്ടെ. അയ്യുഹൽ മാഉ വെള്ളമേ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഓ വെള്ളമേ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. സലാമൻ എന്ന് പറഞ്ഞാൽ പീസ് ബി അപ്പോൺ യു എന്ന മീനിങ് ആണ് കേട്ടോ. അയ്യുഹൽ മാഉ ഓ വാട്ടർ. ഫമിൻകൽ കുല്ലു അഹിയാഉ ഫ്രം യു ഓൾ ആർ അലൈവ്. ഫമിൻക നിന്നിൽ നിന്നാണ്. അൽ കുല്ലു എല്ലാം. അൽ അഹിയാഉ എല്ലാം ജീവിച്ചിരിക്കുന്നത് നിന്നിൽ നിന്നാണ്. ശരിയല്ലേ? ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നത് വെള്ളം കൊണ്ടാണ് അല്ലേ? വെള്ളം ഇല്ലെങ്കിൽ എല്ലാവരും ഇല്ലാതായി പോവും. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അല്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും മരങ്ങൾക്ക് വരെ വെള്ളം അത്യാവശ്യമാണ്. അപ്പൊ അതാണ് പറയുന്നത്. പീസ് ബി അപ്പോൺ യു ഓ വാട്ടർ ഫോർ ഫ്രം യു ഓൾ ആർ അലൈവ് അല്ലേ? വെള്ളമേ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. നിന്നിൽ നിന്നാണ് എല്ലാം ജീവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഫസ്റ്റ് ലൈനിൽ. ഇനി നമുക്ക് 2ാമത്തെ ലൈനിലോട്ട് നോക്കാം. ബി അംരിൻ മിൻ ഇലാഹിൽ കൗനി ഹയാത്തും ഫീക യാ മാഉ. ബി അംരിൻ മിൻ ഇലാഹിൽ കൗൻ. ബി അംരിൻ ആജ്ഞയാൽ, കൽപ്പന കൊണ്ട്. മിൻ ഇലാഹിൽ കൗന് നമ്മുടെ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നുള്ള ആജ്ഞയാൽ, കൽപ്പനയാൽ.
ഇലാഹ് പറഞ്ഞാല് നാഥൻ, അൽ കൗന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ. ഹയാത്തുൻ ഫീക യാ മാഉൻ, ഹയാത്തുൻ ജീവൻ, ഫീക നിന്നിലാണ്, നിന്നിൽ ജീവനുണ്ട്, യാ മാഉ ഓ വെള്ളമേ. എന്താണ് പറയുന്നത്? ബൈ ദി കമാൻഡ് ഓഫ് ദി ഗോഡ് ഓഫ് യൂണിവേഴ്സ്, ബൈ ദി കമാൻഡ് ഓഫ് ദി ഗോഡ് ഓഫ് യൂണിവേഴ്സ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ ആജ്ഞയാൽ, ഹയാത്തും ഫീക യാ മാഉ ലൈഫ് ഇൻ യു, ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞത് നീയാണ് അല്ലേ. ലൈഫ് ഇൻ യു ഓ വാട്ടർ, ഓ വെള്ളമേ നിന്നിലാണ് ജീവൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻ ഒന്ന് നോക്കാം. എന്താണ് പറയുന്നത്? ഫകുല്ലു ശുക്രി വൽ ഹബ്ബി ലിമാ അൻസൽത യാ റബ്ബി. ഫകുല്ലു ശുക്രിൻ എല്ലാ നന്ദിയും, വൽ ഹുബ് സ്നേഹവും, എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ലിമാ അൻസൽത യാ റബ്ബി, ലിമാ അൻസൽത നീ അവതരിപ്പിച്ചതിന്, ലിമാ അൻസൽത പറഞ്ഞാല് നീ ഇറക്കി തന്നതിന്, യാ റബ്ബി എൻ്റെ രക്ഷിതാവേ. എന്താണ് പറയുന്നത്? എന്തിറക്കി തന്നത്? വെള്ളം അല്ലെ, ആകാശത്തു നിന്നും വെള്ളം ഇറക്കി തന്നതിന്, നീ അവതരിപ്പിച്ചതിന് എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഫകുല്ല ശുക്രിൻ വൽ ഹുബ്ബി, ഓൾ താങ്ക്സ് ആൻഡ് ലവ്. എന്തിന്? ലിമാ അൻസൽത യാ റബ്ബി, ഫോർ വാട്ട് യു ഹാവ് സെൻഡ് ഡൗൺ, താഴേക്ക് ഇറക്കി തന്നതിന്, യാ റബ്ബി ഓ ലോഡ് എൻ്റെ രക്ഷിതാവേ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ഒഫി ഉസ്രിൻ ഒഫി യുസ്രിൻ യജൂദുൽ മാഉ ബിൽ ഖൈരി. ഒഫി ഉസ്രിൻ പ്രയാസത്തിലും, ഒഫി യുസ്രി അനായാസത്തിലും. ഇത് രണ്ടും ഓപ്പോസിറ്റ് വേർഡുകളാണ്. അപ്പൊ പ്രയാസത്തിലും അസ്റും യസ്റും അല്ലേ. അസ്റ് പറഞ്ഞാല് പ്രയാസം, പ്രയാസത്തിലും ഡിഫിക്കൽറ്റി, പ്രയാസത്തിലും. ഒഫിൽ യുസ്രി അനായാസം പറഞ്ഞാല് എളുപ്പത്തില്, എളുപ്പത്തിലും പ്രയാസത്തിലും. യജൂദുൽ മാഉ ബിൽ ഖൈരി, യജൂദുൽ മാഉ ബിൽ ഖൈരി പറഞ്ഞാല് വെള്ളം നന്മ പ്രദാനം ചെയ്യുന്നു. യജൂദുൽ മാഉ വെള്ളം പ്രദാനം ചെയ്യുന്നു, ബിൽ ഖൈരി നന്മ കൊണ്ട്. ഇൻ ഹാർഡ്ഷിപ്പ് ആൻഡ് ഈസീസ്, വാട്ടർ ഈസ് ജനറസ് വിത്ത് ഗുഡ്നസ് എന്നാണ് പറയുന്നത്. എന്താണ്? പ്രയാസത്തിലും എളുപ്പത്തിലും വെള്ളം നന്മ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ലൈൻ ഒന്ന് നോക്കാം. വകുല്ലുൽ ഫളീലി വൽ ഇഹ്സാൻ ബിമാ അക്രംത യാ മന്നാൻ. വകുല്ലു ഫളിലിൻ എല്ലാ ശ്രേഷ്ഠതയും, വൽ ഇഹ്സാനു എല്ലാ നന്മയും. ഫളിൽ പറഞ്ഞാൽ ശ്രേഷ്ഠത, വൽ ഇഹ്സാനു നന്മ, എല്ലാ നന്മയും. ബിമാ അക്രംത നീ ആദരിച്ചത് കൊണ്ടാണ്. എന്തിനാദരിച്ചത്? നമ്മുടെ വെള്ളത്തിനെ ഈ ആദരിച്ചത് കൊണ്ട്, വെള്ളത്തിനെ ഇറക്കി തന്നു ആദരിച്ചു അല്ലേ. അപ്പോ ബിമാ അക്രംത നീ ആദരിച്ചത് കൊണ്ട്, യാ മന്നാൻ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നവനെയാണ് മന്നാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ വിളിക്കുകയാണ് യാ മന്നാൻ. എന്താണ്? നീ അനുഗ്രഹിച്ചതിന്, നീ ആദരിച്ചതിന് എല്ലാ ശ്രേഷ്ഠതയും നന്മയും എല്ലാം നിനക്കാണെന്ന് പറയാണ്. ഓൾ ദ ക്രെഡിറ്റ് ആൻഡ് കൈൻഡ്നെസ് ഈസ് ഡ്യൂ ടു വാട്ട് യു ഹാവ് ഹോണേഡ് ഓ ജനറസ് വൺ എന്ന് പറയാണ്. ഇനി അടുത്തത് നോക്കാം. വസിറുൽ ഖൈരി ഫിൽ അക്വാൻ ബിഹാദൽ മാഇ യാ ഇൻസാൻ. വസിറുൽ ഖൈരി നന്മയുടെ രഹസ്യം, സിറാല് സീക്രട്ട്, സീക്രട്ട്, അൽ ഖൈരി ഗുഡ്നസ് നന്മയുടെ രഹസ്യം. ഫിൽ അക്വാനി ഈ പ്രപഞ്ചത്തിലെ, യൂണിവേഴ്സിലെ, നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ നന്മയുടെ രഹസ്യം. ബിഹാദൽ മായി, ബിഹാദൽ മായി പറഞ്ഞാല് നമ്മുടെ ഈ വെള്ളം കൊണ്ടാണ്. ബിഹാദൽ മായി ഈ
വെള്ളം കൊണ്ടാണ്. യാ ഇൻസാൻ, ഓ മനുഷ്യ എന്ന് പറയാണ്. പ്രപഞ്ചത്തിലെ നന്മയുടെ രഹസ്യം ഈ ജലമാണ് മനുഷ്യ എന്നാണ് പറയുന്നത്. ദ സീക്രട്ട് ഓഫ് ഗുഡ്നെസ് ഇൻ ദി യൂണിവേഴ്സ് ഈസ് ഇൻ ദിസ് വാട്ടർ ഓ ഹ്യൂമൻ ബീങ്. ഇനി അടുത്ത് നോക്കാം. ഒത്തീബുൽ ഐശി യാ ഇഖ്വാൻ ബിതാഅത്തി റബ്ബിനർ റഹ്മാൻ. ഒത്തീബുൽ ഐഷ്, നല്ലൊരു ജീവിതം നയിക്കുക. തീബ് പറഞ്ഞാല് നല്ല, അല്ല ഐഷ് ജീവിക്കുക, നന്നായി ജീവിക്കുക. യാ ഇഖ്വാൻ, ഓ സഹോദരങ്ങളെ, ഓ യാ സഹോദരന്മാരെ, നന്നായി ജീവിക്കുക. ബിതാഅത്തി, അനുസരിച്ചുകൊണ്ട്. താഅത്ത് പറഞ്ഞാല് നന്നായി അനുസരിച്ചുകൊണ്ട്. റബ്ബിന, നമ്മുടെ രക്ഷിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അർ റഹ്മാൻ, പരമകാരുണ്യകനായ നമ്മുടെ രക്ഷിതാവിനെ അനുസരിച്ചുകൊണ്ട് നന്നായി ജീവിക്കുക സഹോദരന്മാരെ എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആൻഡ് മേ യു ലിവ് എ ഗുഡ് ലൈഫ് ബ്രദേഴ്സ് ഇൻ ഒബീഡിയൻസ് ടു അവർ ലോർഡ് ദ മോസ്റ്റ് മേഴ്സിഫുൾ. റഹ്മാൻ എന്ന് പറഞ്ഞാല് മോസ്റ്റ് മേഴ്സിഫുൾ. അപ്പൊ നമ്മുടെ ഈ കവിത, ഈ മല്ലൂമ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഈ പാഠഭാഗം നന്നായിട്ടൊന്ന് വായിക്കുക. നമ്മൾ വോയിസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കേട്ട് ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിലൊക്കെ കമൻസിൽ ചോദിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ 22ാമത്തെ പേജിലോട്ട് നോക്കൂ. നുൻഷിദൽ മല്ലൂമ ബി അൽഹാനും മുഖ്തലിഫ. നുൻഷിദൽ മല്ലൂമ, നമുക്ക് നമ്മുടെ ഈ കവിത ഭാഗം ഒന്ന് പാടി നോക്കാം. ബി അൽഹാനും മുഖ്തലിഫ, വ്യത്യസ്ത മെലഡീസിലെ, വ്യത്യസ്ത ഈണത്തില് എല്ലാവരും അവരുടേതായ ഈണത്തില് എല്ലാവരും ഒന്ന് പാടി നോക്കുക. പിന്നെന്താണ് അടുത്ത് നോക്കാം. നക്റവു വനഫ്ഹമു. നക്റവു നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ താഴെ കാണുന്നത് നമ്മുടെ കവിതാ ഭാഗത്തിന്റെ ഗദ്യമാണെന്ന് പറയാം. എന്ന് വെച്ചാല് നമ്മുടെ കവിതയുടെ ഒരു ചെറു വിവരണം, ഓരോ ബൈത്തിന്റെയും ചെറു വിവരണമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ലൈനിന്റെയും ചുരുക്ക ഒരു വിവരണമാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കട്ടെ ഞാൻ വായിക്കുമ്പോ. അൽ മാഉ അസാസുൽ ഹയാത്തി കുല്ല ഹയ്യിൻ മിനൽ മായി ലാ ഹയാത ബിലാ മായിൻ യജൂദുൽ മാഉ ബിൽ ഖൈരി ഫിൽ ഉസ്രി വൽ യുസ്രി ഇന്നൽ മാഅ മിൻ ഫളില്ലാഹി വ നിഅമതിഹി ഹുവ സിർറു കുല്ലി ഖൈരി. അൽ മാഉ അസാസുൽ ഹയാത്ത്, വെള്ളം എന്നുള്ളത് ജീവന്റെ അടിസ്ഥാനമാണ്. അൽ മാഉ, വെള്ളം. അസാസു, അസാസു എന്ന് പറഞ്ഞാല് അടിസ്ഥാനമാണ്. അൽ ഹയാത്ത്, ജീവന്റെ. വാട്ടർ ഈസ് ദി ബേസിക്സ് ഓഫ് ലൈഫ്. അസാസ് പറഞ്ഞാൽ ബേസിക്സ്, ഹയാത്ത് പറഞ്ഞാല് ലൈഫ്, ജീവന്റെ. വാട്ടർ ഈസ് ദി ബേസിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ അടിസ്ഥാനമാണ് വെള്ളം. കുല്ലു ഹയ്യിൻ മിനൽ മായി, എല്ലാ ജീവനും മിനൽ മായി, വെള്ളത്തിൽ നിന്നുള്ളതാണ് അല്ലേ. എവറി ലിവിങ് തിങ്സ് കം ഫ്രം വാട്ടർ. കുല്ലു ഹയ്യിൻ, എല്ലാ ജീവനും മിനൽ മായി, വെള്ളത്തിൽ നിന്നും ഉണ്ടായതാണ്. ലാ ഹയാത്ത ബിലാമായി, ലാ ഹയാത്ത, ജീവിതമില്ല, ജീവനില്ല. ബിലാമായി, വെള്ളമില്ലാതെ ജീവനില്ല. ദർ ഈസ് നോ ലൈഫ് വിതൗട്ട് വാട്ടർ. ലാ ഹയാത്ത പറഞ്ഞാല് നോ ലൈഫ്, ജീവന് ജീവിതമില്ല. ബിലാമായി, വിത്തൗട്ട് വാട്ടർ. യജൂദുൽ മാഉ ബിൽ ഖൈരി ഫിൽ ഉസ്രി വൽ യുസ്രി. യജൂദുൽ മാഉ ബിൽ ഖൈരി, വെള്ളം നന്മ പ്രദാനം ചെയ്യുന്നു. യജൂദു പറഞ്ഞാല് നൽകുന്നു. അൽ മാഉ, വെള്ളം. ബിൽ ഖൈരി, നന്മ പ്രദാനം ചെയ്യുന്നു. ഫിൽ ഉസ്രി വൽ യുസ്രി. ഫിൽ ഉസ്രി പറഞ്ഞാല് പ്രയാസത്തിലും, വൽ യുസ്രി എളുപ്പത്തിലും. പ്രയാസത്തിലും എളുപ്പത്തിലും വെള്ളം നന്മ പ്രദാനം ചെയ്യുന്നു. വാട്ടർ provides goodness in times of hardship and ease. ഇന്നൽ മാ മിൻ ഫളില്ലാഹി വ നിഅമതിഹി. ഇന്നൽ മാ, നിശ്ചയമായും വെള്ളം, വാട്ടർ. മിൻ ഫളില്ലാഹി, അല്ലാഹുവിന്റെ
ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. വനിഅമതിഹി, അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നിഅമത്ത് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം. വാട്ടർ ഈസ് ഫ്രം ദി ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാഹ്. ഹുവ സിർറു കുല്ലി ഖൈരി, ഹുവ നിശ്ചയമായും വെള്ളം എന്നുള്ളത് സിർറു കുല്ലി ഖൈരിൻ, സിർറ് എന്ന് പറഞ്ഞാൽ സീക്രട്ട്, രഹസ്യമാണ്. കുല്ല ഖൈരിൻ, എല്ലാ നന്മയുടെയും രഹസ്യമാണ് വെള്ളം, അല്ലേ? എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വെള്ളം അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഓൾ ഗുഡ്നസ്. എന്താണ്? ഹുവ സിർറു കുല്ലി ഖൈരി, ഇറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഓൾ ഗുഡ്നസ്. അപ്പോൾ നമ്മുടെ ഈ ഗദ്യഭാഗം എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒന്ന് നോക്കാം. നൊയ്ദുൽ ലൗഹാത്തി അലാ ലൗ ഇൽ മല്ലൂമി. നൊയ്ദു, നമുക്ക് തയ്യാറാക്കാം. അൽ ലൗഹാത്ത്, ബോർഡുകൾ, ഈ പ്ലക്കാർഡ് പോലുള്ള ബോർഡുകൾ നമുക്ക് തയ്യാറാക്കാം. അലാ ലൗ ഇ അൽ മല്ലൂമി, നമ്മുടെ കവിതയുടെ വെളിച്ചത്തിൽ. കവിതയുടെ വെളിച്ചത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ കവിതാ ഭാഗത്തിൽ നിന്നും അതിൽ നിന്നുള്ള ഓരോ നല്ല വേർഡ്സുകൾ തിരഞ്ഞെടുത്ത് നമുക്ക് ഒരു പ്ലക്കാർഡ് പോലെ ഒരു ബോർഡ് തയ്യാറാക്കാം. അപ്പം താഴെ കാണുന്നു, ഒരു മോഡൽ കാണുന്നുണ്ട് അല്ലേ? ഒരു ബോർഡിൽ അൽമാവു നിഅമത്തും മിനല്ലാഹി. അൽമാവു, വെള്ളം, നിഅമത്തും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ ഇനി തയ്യാറാക്കാനുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ പദ്യത്തിൻ്റെ ഗദ്യഭാഗം കണ്ടില്ലേ? അതിൽ അൽമാവു അസാസുൽ ഹയാത്ത്, കുൽ ഹയ്യും മിനൽ മായി, ഇതെല്ലാം നല്ല പോയിന്റ്സ് ആണല്ലേ. അപ്പം അതൊക്കെ നമുക്ക് ഈ ലൗഹത്തിൽ ആഡ് ചെയ്താലോ? അപ്പം നിങ്ങൾ തയ്യാറാക്കൂലേ? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഏകദേശം പറയാം. ഒരു മോഡല്, അൽമാഉ അസാസുൽ ഹയാത്ത്, വെള്ളം എന്നുള്ളത് ജീവന്റെ അടിസ്ഥാനമാണ്. വാട്ടർ ഈസ് ദ ബേസിക്സ് ഓഫ് ലൈഫ്. അത് നമുക്ക് ഒരു ബോർഡിൽ എഴുതാം. പിന്നെന്ത് എഴുതാം? അൽമാഉ എന്താണ്? ലാ ഹയാത്ത ബിലാമായി എന്നെഴുതാം. ലാ ഹയാത്ത ബിലാമായി, വെള്ളമില്ലാതെ ജീവനില്ല എന്നെഴുതാം. പിന്നെന്താ എഴുതാ? ഇന്നൽ മാഅ മിൻ ഫളിലില്ലാഹി വനിഅമതിഹി, അത് എഴുതാം. അതുപോലെ അൽമാഉ സിർറു കുല്ലി ഖൈരി, അല്ലേ? എല്ലാ നന്മയുടെയും സീക്രട്ടാണ്, രഹസ്യമാണ് എന്ത്? വെള്ളം. അപ്പൊ അൽമാഉ സിർറു കുല്ലി ഖൈരി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഫില്ല് ചെയ്യില്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് പദ്യഭാഗത്ത് നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി നോക്കുക. ഏകദേശം 3 മോഡൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഗദ്യഭാഗത്ത് നിന്ന് തന്നെ എഴുതാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഇനി നമുക്ക് 23ാമത്തെ പേജിലോട്ട് നോക്കാം. നുലാഹിൽ സുവറ വനുക്കുമ്മിലു ബി ഇസ്തിഖ്ദാമി ശംസിൽ മുഫ്രദാത്തി. നുലാഹിൽ സുവറ, താഴെയുള്ള ചിത്രങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വനുക്കുമ്മിൽ, എന്നിട്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. ബി ഇസ്തിഖ്ദാമി ശംസിൽ മുഫ്രദാത്തി. ശംസുൽ മുഫ്രദാത്ത് പറഞ്ഞാൽ പദസൂര്യൻ. താഴെ ഒരു പദസൂര്യൻ കാണാം അല്ലേ? പദങ്ങളുള്ള ഒരു സൂര്യൻ കാണാം. കുറച്ച് പദങ്ങളുണ്ട് അല്ലേ അതിൽ. അത് ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള ആ ചിത്രത്തിൽ കാണുന്ന ആ കലിമത്ത്, ആ ജുംല നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പദസൂര്യൻ നോക്കാം. പദസൂര്യനിൽ എന്താണുള്ളത്? ആ മോഡലൊന്ന് നോക്കാം. തുനല്ലിഫു. തുനല്ലിഫു എന്ന് പറഞ്ഞാൽ അവൾ വൃത്തിയാക്കുന്നു. താവ് ഫസ്റ്റ് വന്നത് കൊണ്ട് നമുക്കത് അവൾ എന്ന് പറയാം. അത് മുഅന്നസാണ്. മുഅന്നസ് പറഞ്ഞാൽ ഒരു ഗേളിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് മുഅന്നസ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അവൾ വൃത്തിയാക്കുന്നു എന്ന് പറയും. അതൊരു ആണാണെങ്കിൽ, ഒരു ബോയ് ആണെങ്കിൽ അഥവാ മുദക്കർ ആണെങ്കിൽ എന്ത് പറയാം? യുനല്ലിഫു എന്ന് പറയും. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. തഗസ്സിലു. തഗസ്സിലു പറഞ്ഞാൽ
അവൾ കഴുകുന്നു. താവ് വന്നത് കൊണ്ട് നമുക്ക് അവൾ കഴുകുന്നു എന്ന് പറയാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറയില്ല. യസ്തഹിമ്മു പറഞ്ഞാല് അവൻ കുളിക്കുന്നു. യാ ആയതുകൊണ്ട് എന്ത് പറയുന്നു? അതൊരു ബോയിനെ കുറിച്ച്, ഒരു ആണ് മുദക്കറിനെ കുറിച്ച് പറയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യാ ആയതുകൊണ്ട് അവൻ കുളിക്കുന്നു. പിന്നെ താഴെ കാണാം യുനല്ലിഫു, അവൻ വൃത്തിയാക്കുന്നു. പിന്നെ ഇതിന്റെ മുകളിലുള്ളത് തസ്ഖി, അവൾ വെള്ളമൊഴിക്കുന്നു. താ ആയതുകൊണ്ട് അത് അവളായിരിക്കും, മുഅന്നസ് ആയിരിക്കും, അഥവാ ഗേൾ ആയതുകൊണ്ടാണ് താവ് വന്നത്. അപ്പൊ തസ്ഖി പറഞ്ഞാൽ വെള്ളം, അവൾ വെള്ളമൊഴിക്കുന്നു. പിന്നെ യശ്റബു, യശ്റബു ഒരു യാ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ഒരു ആണിനെ കുറിച്ചായിരിക്കും, ഒരു ബോയിനെ കുറിച്ചാണ്, മുദക്കറാണ്. അതുകൊണ്ട് യശ്റബു എന്ന് പറഞ്ഞാല് അവൻ കുടിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മോഡലിലോട്ടൊന്ന് നോക്കൂ. ഒരു 2 മോഡൽ തന്നിട്ടുണ്ട് അല്ലേ, അൽ മിസാലു. അപ്പോ യുനല്ലിഫു അൽ വലതു അൽ ഇനാ, യുനല്ലിഫുൽ വലതു അൽ ഇനാ. യുനല്ലിഫു പറഞ്ഞാല് അതൊരു ബോയ് ആണ് അല്ലെ, ആ ചിത്രത്തിൽ കാണുന്നത് ഒരു കുട്ടിയാണ്. അപ്പൊ യുനല്ലിഫുൽ വലതു, കുട്ടി വൃത്തിയാക്കുന്നു, ആ ഒരു കുട്ടി വൃത്തിയാക്കുന്നു. അൽ ഇനാ, പാത്രം വൃത്തിയാക്കുന്നു, പാത്രം ക്ലീൻ ചെയ്യുന്നു. അപ്പൊ അതൊരു ബോയ് ആയതുകൊണ്ടാണ് യാവ് വന്നത് കേട്ടോ. ഞാൻ അടുത്തത് നോക്കൂ, ഒരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പൊ പെൺകുട്ടി ആയതുകൊണ്ട് യുനല്ലിഫു എന്നുള്ള സ്ഥാനത്ത് തുനല്ലിഫു എന്ന് പറയേണ്ടി വന്നു, ഗേൾ ആയതുകൊണ്ട്, അഥവാ മുഅന്നസ് ആയതുകൊണ്ട്. തുനല്ലിഫുൽ ബിന്തു അൽ ഇനാ, പെൺകുട്ടി പാത്രം കഴുകുന്നു. അപ്പൊ താഴെയുള്ളത് നോക്കൂ. താഴെ ഒരു 4 പിക്ചർ കാണാം. അതിൽ ഫസ്റ്റത്തെ നോക്കൂ, ഒരു കുട്ടി വെള്ളം കുടിക്കാണ് അല്ലേ. അപ്പൊ എന്താണ്? ഡാഷ് അൽ വലതു ഡാഷ്, അപ്പൊ കുടിക്കുകയാണ്. അപ്പൊ കുടിക്കുന്നു എന്നുള്ളത് നമ്മൾ പദസൂര്യനിൽ പറഞ്ഞു. എന്താണ്? യശ്റബുൽ വലതു, കുട്ടി കുടിക്കുന്നു. എന്ത്? കുട്ടി എന്താ കുടിക്കുന്നത്? വെള്ളം, വെള്ളമായിരിക്കും അല്ലെ. അപ്പൊ യശ്റബുൽ വലതു അൽ മാ എന്നെഴുതാം. ഇനി അടുത്ത് നോക്കൂ, ഒരു പെൺകുട്ടിയാണ് അല്ലേ. അപ്പൊ യാ ആണോ താ ആണോ വരിക? താ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഡാഷ് അൽ ബിന്തു ഷത്തിലത്ത, കുട്ടി എന്താണ്? ഷത്തിലത്ത് പറഞ്ഞാൽ എന്താ? ചെടി, തെയ്യല്ലേ. അപ്പൊ തസ്കിൽ ബിന്തു അഷത്തിലത്ത, തസ്കി പറഞ്ഞാല് വെള്ളമൊഴിക്കുന്നു, പെൺകുട്ടി വെള്ളമൊഴിച്ചു കൊടുക്കുന്നു. അഷത്തിലത്ത എന്തിന്? ചെടിക്ക് നനച്ചു കൊടുക്കുന്നു എന്നാണ്. പിന്നെ അടുത്ത് നോക്കൂ, എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു ഉമ്മ ഡ്രസ്സ്, വസ്ത്രങ്ങള് എന്ത് കഴുകുകയാണ് അല്ലേ. അപ്പൊ കഴുകുക എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു അവൾ കഴുകുന്നു എന്നുള്ളത്. അപ്പോ താ ആയതുകൊണ്ട് തഗസിലുൽ ഉമ്മു അൽ മലാബിസ എന്നെഴുതാം. പിന്നെ അടുത്ത് നോക്കൂ, എന്താണ് കാണുന്നത്? ഒരാൾ കുളിക്കുന്നുണ്ട് അല്ലെ. അൽ വാലിദു, പിതാവാണ്. അപ്പോ എന്തെഴുതാം? അവൻ കുളിക്കുന്നു എന്ന് എഴുതണം അല്ലെ. യാ ആയതുകൊണ്ട്, മുദക്കർ ആയതുകൊണ്ട് യസ്തഹിമ്മുൽ വാലിദു, അവൻ പിതാവ് കുളിക്കുന്നു. യസ്തഹിമ്മുൽ വാലിദു പറഞ്ഞാല് പിതാവ് കുളിക്കുന്നു. അത് ഇനി ഒരു പെണ്ണാണെങ്കിൽ എന്ത് ചെയ്തും? തസ്തഹിമ്മുൽ ഉമ്മു, തസ്തഹിമ്മുൽ ഉമ്മു എന്നെഴുതാം. അപ്പോ ഒരു മുദക്കർ വന്നാലും മുഅന്നസ് വന്നാലും, അഥവാ ഒരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും എങ്ങനെ ഒരു ഫിയല് എങ്ങനെ ചേർക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ബോയ് ആണെങ്കിൽ ഇപ്പോ ഷെരിബ എന്നുള്ളത് യശ്റബു എന്ന് പറയും, ഗേൾ ആണെങ്കിൽ തശ്റബു എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അതൊന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും അതൊന്ന് ഫില്ല് ചെയ്യാം. ഞാൻ ഈ മോഡലൊന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ വോയിസ് കേട്ടിട്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് 24ാമത്തെ പേജിലോട്ടൊന്ന് നോക്കൂ. അൽ മുഫ്രദ വൽ ജമ്മ. മുഫ്രദ് പറഞ്ഞാല് ഏകവചനം, വൽ ജമ്മ പറഞ്ഞാല് ബഹുവചനം. ഇത് താഴെ കാണുന്നത് എന്താണ്? മുഫ്രദും ജമ്മുമാണ്.
എന്ന് വെച്ചാൽ ഇത് എല്ലാവരും നന്നായിട്ടും മനസ്സിലാക്കണം കേട്ടോ. ഇത് നമുക്ക് എന്നും ഉപകാരപ്പെടുന്നതാണ്. ഇത് ഒന്നും വേണ്ട, അത് കാണാപ്പാഠം പഠിച്ചാലും വേണ്ടില്ല, മറന്നു പോകരുത്. മുഫ്രദും ജമ്മും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇനി 10ാം ക്ലാസ്സിലും തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. ഓരോ വേർഡിൻ്റെയും മുഫ്രദും അതിൻ്റെ ജമ്മും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അൽ മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം അഥവാ സിംഗുലർ, ജമ്മു പറഞ്ഞാൽ ബഹുവചനം, പ്ലൂരൽ എന്ന് പറയാം. അപ്പോൾ താഴെ കാണുന്നത് നോക്കൂ, ജിസർ. ജിസർ പറഞ്ഞാൽ എന്താ? ജിസർ പറഞ്ഞാൽ റൂട്ട്, വേര്. ജിസർ ആണ് അതിൻ്റെ മുഫ്രദ്, ഒരു ഏകവചനമാണ്, വചനാണ് റൂട്ട്. ജിസറും ജമ്മ് ജുസൂർ. ജിസറിൻ്റെ ജമ്മാണ് ജുസൂർ. ജുസൂർ പറഞ്ഞാൽ വേരുകൾ, റൂട്ട്സ്, വേരുകൾ. അപ്പോൾ എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കും, ആദ്യം മുഫ്രദ് തന്നു, ഇതിൻ്റെ ജമ്മ എഴുതാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ജമ്മ അതിൽ കൊടുത്തിട്ടുണ്ടാവും, അത് കണ്ടെത്താൻ പറയും. അപ്പോൾ ജിസറിൻ്റെ ജമ്മ എഴുതാൻ പറയണമെങ്കിൽ ജുസൂർ എന്ന് എഴുതാം. അതുപോലെ ഇനി ജിസറിൻ്റെ മുഫ്രദ് കണ്ടെത്തി എഴുതാൻ പറയുമ്പോൾ ജുസൂറിൻ്റെ മുഫ്രദ് ജിസറാണ്. അപ്പോൾ അതൊക്കെ മറന്നു പോയത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, അൽഫുൻ 1000, ആലാഫുൻ ആയിരങ്ങൾ. അപ്പോൾ അൽഫ് മുഫ്രദാണ്, അതിൻ്റെ ജമ്മാണ് ആലാഫ്, ആയിരങ്ങൾ. പിന്നെ കൗന്. കൗന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സ് അല്ലേ, പ്രപഞ്ചം. അക്വാൻ പ്രപഞ്ചം ഉടനീളം എന്ന് പറയാം. അപ്പോൾ കൗനിൻ്റെ ജമ്മാണ് അക്വാന്. പിന്നെ തിഫില്. തിഫിൽ എന്താ? കുട്ടിലെ, ചൈൽഡ്. തിഫില് മുഫ്രദാണ്, അതിൻ്റെ ജമ്മ് എന്താണ്? അത്തുഫാലുൻ. തിഫിലും ജമ്മ് അത്തുഫാലുൻ. പിന്നെന്താ? ബലദുൻ. ബലദുൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രി, നാട്. അതിന് ജമ്മ് ബിലാദുൻ. ബലദുൻ ജമ്മ് ബിലാദുൻ. ബിലാദ് എന്ന് പറഞ്ഞാൽ കൺട്രീസ്, നാടുകൾ, വിവിധ നാടുകൾ. അപ്പോൾ അതുപോലെ സൊഹീറുൻ. സൊഹീറുൻ എന്ന് പറഞ്ഞാൽ കുട്ടി, ചെറിയ കുട്ടിക്കാണ് സൊഹീറുൻ എന്ന് പറയാം. ചെറുതിനൊക്കെ സൊഹീറുൻ എന്ന് പറയും. സിഗാറുൻ, ചെറിയ ഒരുപാട് കുട്ടികൾക്ക് സിഗാറുൻ എന്ന് പറയും. അതുപോലെ മറ്റും ചെറുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കാണ് സിഗാറുൻ. സൊഹീറുൻ ജമ്മ് സിഗാറുൻ. സൊഹീറാണ് മുഫ്രദ്, അതിൻ്റെ ജമ്മാണ് സിഗാറ്. പിന്നെ സ്വദീഖുൻ. സ്വദീഖുൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, കൂട്ടുകാരൻ. അസ്തിഖാവുൻ ഫ്രണ്ട്സ്, കൂട്ടുകാർ. അപ്പോൾ സ്വദീഖിൻ്റെ മുഫ്രദ് ജമ്മാണ് അസ്തിഖാവുൻ. ഹയ്യുൻ. ഹയ്യുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുന്ന ആള്, അലൈവ് എന്ന് പറയാം. അഹിയാവുൻ ഒരുപാട് ജീവനുള്ളത്. അപ്പോൾ ഹയ്യുൻ ജമ്മ് അഹിയാവുൻ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, മറന്നു പോകരുത് ഒരിക്കലും. ജിസറുൻ ജമ്മ ജുസൂർ, അൽഫുൻ ജമ്മ ആലാഫ്, കൗനുൻ ജമ്മ അക്വാന്, അങ്ങനെ നന്നായിട്ട് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാം, അൽ അൽദാദു. അൽദാദ് എന്നെന്താ? ഓപ്പോസിറ്റ്സ് അല്ലേ, ഓപ്പോസിറ്റ് വേർഡുകൾ. ഒരു പദത്തിൻ്റെ നേരെ എതിർ പദത്തിനെയാണ് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ലിദ്ദുൻ ജമ്മ എന്താ? അൽദാദു എന്നാണ് കേട്ടോ. ലിദ്ദാണ് മുഫ്രദ്, അതിൻ്റെ ജമ്മാണ് അൽദാദുൻ. അപ്പോൾ ഒരുപാട് ഓപ്പോസിറ്റ്സ് പദങ്ങൾക്കാണ് അൽദാദുൻ എന്ന് പറയാം. അപ്പോൾ താഴെ കുറച്ച് ലിദ്ദുകൾ, അൽദാദുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ചാലോ. ലിദ്, മസാഉൻ. മസാഉൻ എന്ന് പറഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരം. അപ്പം വൈകുന്നേരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് പദം എന്താ? സ്വബാഹുൻ അല്ലേ, രാവിലെ, മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ മോർണിംഗ്, അപ്പോൾ ഈവനിങ്, മോർണിംഗ്. അപ്പോൾ മസാഉൻ സ്വബാഹുൻ. അതുപോലെ ആരെങ്കിലും ഈ സ്വബാഹിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ മസാഉൻ എന്ന് പറയാം. അപ്പോൾ സ്വബാഹുൻ ലിദ് മസാഉൻ. ഒൾസറുൻ യുസ്റുൻ. അപ്പോൾ ഒൾസറുൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാഠഭാഗത്തിൽ കേട്ടിട്ടുണ്ടാവും, ഡിഫിക്കൽറ്റി അല്ലേ, പ്രയാസം. ഒൾസർ പറഞ്ഞാൽ പ്രയാസം, യുസ്ർ പറഞ്ഞാൽ എളുപ്പം, ഈസി എന്ന് പറയാം. അപ്പോൾ ഒൾസറിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് യുസ്ർ. അപ്പോൾ
എല്ലാവർക്കും അതൊന്നും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓപ്പോസിറ്റ് വേർഡുകൾ എഴുതാനുള്ളത് മസാന്റെ ഓപ്പോസിറ്റ് സുബാഹ്, മോർണിംഗ് ഈവനിങ്, അതുപോലെ ഡിഫിക്കൽറ്റി ഈസി. ഓപ്പോസിറ്റ് വേർഡുകൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തത് കാണുന്നത് എന്താണ്? മുജമുൽ മുഫ്രദാത്ത് അല്ലേ? ഒരു ഒരു ഡിക്ഷണറിയാണ് താഴെ കാണുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ഡിക്ഷണറി താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും നന്നായിട്ടൊന്ന് വായിക്കുക. പിന്നെ വായിച്ചിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ നോട്ടിലേക്ക് എഴുതാം. നമുക്ക് അറിയാത്ത വേർഡുകളൊക്കെ നോട്ടിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.